പ്രായമുള്ള സ്ത്രീകളിൽ ഒരാൾ രക്ഷപ്പെടുമ്പോൾ 3 പേർ അനാവശ്യ പരിശോധനയ്ക്കും ചിലപ്പോൾ ചികിത്സകൾക്കും വിധേയമാവുന്നു. ക്യാൻസർ റിസർച്ച് യുകെയും ബ്രിട്ടനിലെ ആരോഗ്യ വകുപ്പും ചേർന്ന് നിയോഗിച്ച വിദഗ്ധ സമിതിയുടേതാണ് പഠനം. കാനഡ, സ്വീഡൻ, ബ്രിട്ടൻ, അമേരിക്ക എന്നീ രാജ്യങ്ങളിൽ നടത്തിയ 11 പരീക്ഷണങ്ങളിലെ തെളിവുകൾ പരിശോധിച്ചാണ് സമിതിയുടെ കണ്ടെത്തൽ. 3-ൽ ഒരാൾക്ക് മാമോഗ്രാം ഗുണം ചെയ്യും. പക്ഷേ 3-ൽ 2 പേർക്ക് ജീവിതത്തിൽ ഒരിക്കലും അപകടമുണ്ടാക്കാനിടയില്ലാത്ത അർബുദത്തിനും ചികിത്സ തേടേണ്ടി വരുന്നു. സംശയകരമായ മാമോഗ്രാം പരിശോധന ഫലങ്ങളെ തുടർന്ന് ചിലർക്ക് ബയോപ്സിയും മറ്റ് പരിശോധനകളും ചെയ്യേണ്ടി വരുന്നു. അതുകൊണ്ട് മാമോഗ്രാമിന് മുൻപ് തന്നെ സ്ത്രീകളെ അതിന്റെ വരുംവരായികളെക്കുറിച്ച് ബോധ്യപ്പെടുത്തണമെന്ന് വിദഗ്ധ സമിതി അഭിപ്രായപ്പെടുന്നു. ഈ വിഷയമാണ് ആരോഗ്യ വാർത്തകൾ ഇന്ന് ചർച്ച ചെയ്യുന്നത്. ചർച്ചയിൽ പങ്കെടുക്കുന്നത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ സർജിക്കൽ ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ കെ ചന്ദ്രമോഹനാണ്. ഡോക്ടർ, ആരോഗ്യ വാർത്തയിലേക്ക് സ്വാഗതം. ഡോക്ടർ, 40 വയസ്സിന് മുകളിലുള്ള സ്ത്രീകൾക്ക് മാമോഗ്രാം പരിശോധന നടത്തുന്നത് നല്ലതാണെന്ന് കേട്ടിട്ടുണ്ട്. അതിന്റെ ആവശ്യം ശരിക്കുമുണ്ട്? എന്തൊക്കെയാണ് ഈ മാമോഗ്രാമിന്റെ ഗുണങ്ങൾ? പ്രധാനമായിട്ടും മാമോഗ്രാം എന്ന പരിശോധന കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത് സ്തനാർബുദം അത് വരുന്നതിന് വളരെ മുമ്പ് തന്നെ, ഒരു 10 വർഷത്തോളം മുമ്പ് തന്നെ ആ സ്തനാർബുദത്തിലേക്ക് നീങ്ങുന്ന ചില വ്യതിയാനങ്ങൾ സ്തനത്തിൽ കണ്ടെത്തുന്നതിന് ഈ മാമോഗ്രാം വഴി സാധിക്കും. അപ്പം ഏതാണ്ട് 1970-കളിൽ ഈ മാമോഗ്രാം പരിശോധന US അതുപോലെ തന്നെ UK എന്ന രാജ്യങ്ങളിൽ വ്യാപകമായിട്ട് പ്രചാരം നേടി. അപ്പോൾ ഇതോടനുബന്ധിച്ച് നമുക്ക് കാണാൻ കഴിഞ്ഞ ഒരു പ്രധാന സംഗതി, ഈ രാജ്യങ്ങളിലൊക്കെ സ്തനാർബുദം മൂലമുള്ള മരണനിരക്ക് 50% വരെ കുറയ്ക്കാനായിട്ട് ഈ മാമോഗ്രാമിന് കഴിഞ്ഞു. ഉദാഹരണത്തിന് ഈ അടുത്ത കാലത്ത് ഒരു 4-5 വർഷം മുമ്പ് വന്ന ഒരു പഠനം നോക്കുകയാണെങ്കിൽ, ഈ ഒരു 40 വയസ്സ് കഴിഞ്ഞ് 40-നും 50-നും ഇടയ്ക്കുള്ള ഒരു 2000 പേർക്ക് മാമോഗ്രാം ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരാളുടെ മരണം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ കുറച്ചുകൂടെ ഒരു 50 മുതൽ 60 വയസ്സ് വരെയുള്ള പ്രായമുള്ള ആൾക്കാരെ എടുത്ത് നോക്കുകയാണെങ്കിൽ അതിലൊരു 1300 പേർക്ക് മാമോഗ്രാം ചെയ്യുമ്പോൾ ഒരു മരണം നമുക്ക് അവോയ്ഡ് ചെയ്യാം. നേരെ മറിച്ച് 70 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ആണ് ഈ മാമോഗ്രാം ചെയ്യുന്നതെങ്കിൽ അതുകൊണ്ട് വലിയൊരു ഗുണമില്ല. എന്നാൽ 60-70 വയസ്സുള്ള ആൾക്കാർക്കാണെങ്കിൽ ഈ 300 പേർക്ക് മാമോഗ്രാം ചെയ്യുകയാണെങ്കിൽ അതിൽ ഒരാളുടെ മരണം നമുക്ക് അവോയ്ഡ് ചെയ്യാൻ കഴിയും. അപ്പോൾ ഇങ്ങനെ മരണനിരക്ക് വളരെ കുറയ്ക്കാൻ കഴിയുന്ന ഒരു പരിശോധന ഇതാണ് മാമോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഇത് നമ്മുടെ രാജ്യത്തിൽ അത്രത്തോളം ഒരു പ്രാവർത്തികമല്ലത്. കാരണം എന്ന് പറഞ്ഞാൽ വിദേശ രാജ്യങ്ങളിൽ ഒരു 1,00,000 പേരിൽ 130ഓളം പേർക്ക് ഈ വർഷം തോറും സ്തനാർബുദം വരുന്നുണ്ടെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏതാണ്ട് 30 പേർക്കേ വരുന്നുള്ളൂ. അപ്പം അത്രത്തോളം ഒരു ആവശ്യകതയില്ല. എന്നിരുന്നാൽ തന്നെയും 40 വയസ്സായ കഴിയുന്ന ആൾക്കാർക്ക്, സ്ത്രീകൾക്ക് ഈ ഒരു മാമോഗ്രാം ചെയ്യുന്നത് കൊണ്ട് സ്തനാർബുദം വരുന്നത് വളരെ നേരത്തെ കണ്ടുപിടിക്കാൻ കഴിയും. ഡോക്ടർ, എല്ലാത്തിനും നല്ല വശവും ചീത്ത വശവും ഉണ്ട്. അതുപോലെ തന്നെ മാമോഗ്രാം ചെയ്യുന്നത് കൊണ്ടുള്ള ദോഷങ്ങൾ എന്തൊക്കെയാണ്? മാമോഗ്രാമിൻ്റെ പ്രധാനമായിട്ട് മാമോഗ്രാമിനെതിരെയുള്ളൊരു ഫിയർ ക്യാമ്പയിൻ എന്ന് പറഞ്ഞാൽ, ഈ മാമോഗ്രാം എന്ന് പറയുന്നത് ഒരു പ്രത്യേക തരത്തിലുള്ള എക്സ്റേ ഉപയോഗിച്ചുള്ള പരിശോധനയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് സ്തനാർബുദ നിരക്ക് അല്ലെങ്കിൽ മറ്റർബുദങ്ങൾ കൂടാം എന്നൊരു ഭീതിയുണ്ട്. എന്നാൽ ഈ മാമോഗ്രാം വളരെ പ്രാവർത്തികമായി ചെയ്തു വരുന്ന രാജ്യങ്ങളിലെ ഒരു സംഖ്യ പരിശോധിക്കുകയാണെങ്കിൽ മാമോഗ്രാം കൊണ്ട് മരണം അല്ലെങ്കിൽ ബ്രസ്റ്റ് ക്യാൻസർ വന്നിട്ടുള്ള ആൾക്കാരുടെ സംഖ്യ വളരെ കുറവാണ്. മാത്രവുമല്ല, നമുക്ക് മാമോഗ്രാമിന് പുറമേ ബാക്ക്ഗ്രൗണ്ട് റേഡിയേഷൻ കിട്ടാറുണ്ട്. അപ്പം ചുരുക്കത്തിൽ പറയുകയാണെങ്കിൽ ഒരു മാമോഗ്രാം ചെയ്യുമ്പോൾ നമുക്ക് ഏതാണ്ട് ഒരു 6 മില്ലി ഗ്രേ ആണ് റേഡിയേഷൻ കിട്ടുന്നത്. ഇതൊക്കെ ശരിക്കും തെറാപ്യൂട്ടിക്കൽ അല്ലെങ്കിൽ മറ്റ് സങ്കേതങ്ങളിൽ കിട്ടുന്ന മാമോഗ്രാം എക്സ്റേയുടെ അല്ലെങ്കിൽ റേഡിയേഷൻ്റെ ഒരു 1000-ലൊന്നേ ആവുന്നുള്ളൂ. അപ്പോൾ അത് ഒരിക്കലും ഒരു ക്യാൻസറിന് കാരണമാകാൻ സാധ്യതയില്ല. പിന്നെ മാമോഗ്രാമിനെ കുറിച്ച് പറഞ്ഞു വരുന്നത് നമുക്ക് അനാവശ്യമായ ഭീതി രോഗികളുണ്ടാകുന്നു എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ഈ ഒരു ടെസ്റ്റ് നടത്തുമ്പോൾ പെയിൻ ഉണ്ടാകാം. അതോടൊപ്പം തന്നെ ഈ മാമോഗ്രാമിന് ശേഷം അത് വേറെ എന്തെങ്കിലും കൂടുതലായുള്ള പരിശോധനകൾ നടത്തേണ്ടതായിട്ട് വരാം. ഈ സന്ദർഭങ്ങളിൽ രോഗി അകാരണമായ ഭീതി ഉണ്ടാകും, ക്യാൻസർ ആണോ എന്നുള്ള കാര്യം. ആ ഒരു ഭീതി ഒരു വസ്തുതയാണ്. അത് ഒഴിവാക്കാൻ നമ്മൾ നോക്കേണ്ടതാണ്. അതൊഴിച്ചാൽ ഈ മാമോഗ്രാം എന്ന് പറയുന്നത് വളരെ ഉപകാരപ്രദമായ ഒരു പരിശോധന മാർഗമാണ്. സ്തനാർബുദം കുറയ്ക്കുന്നതിനും സ്തനാർബുദം മൂലമുള്ള മരണം കുറയ്ക്കുന്നതിനും ഇതുവഴി കഴിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ, അമേരിക്കയിലൊക്കെ 40 വയസ്സ് കഴിഞ്ഞ സ്ത്രീകൾ നിർബന്ധമായും മാമോഗ്രാമിന് വിധേയരാവണമെന്ന് കേട്ടിട്ടുണ്ട്. പൊതുവെ എപ്പോഴാണ് ഒരാൾ മാമോഗ്രാം ചെയ്യേണ്ടത്? അതിൻ്റെ ലക്ഷണങ്ങൾ എന്തൊക്കെയാണ്? മാമോഗ്രാമിൻ്റെ ഇൻഡിക്കേഷൻ എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ സ്തനാർബുദം വരാനുള്ള സാധ്യത അനുസരിച്ചിരിക്കും. ഉദാഹരണത്തിന് വയസ്സ് കഴിയുന്തോറും 40 വയസ്സ് മുതൽ 50 വയസ്സുള്ളവർക്ക് സ്തനാർബുദം വരാൻ സാധ്യത കുറച്ച് കൂടുതലാണ്. 50 മുതൽ 60 വരാകുമ്പോഴും പിന്നെയും കൂടുതലാണ്. അപ്പോൾ അങ്ങനെ വയസ്സ് കൂടുന്നതനുസരിച്ചുള്ള സ്തനാർബുദം വരാനുള്ള സാധ്യത കൂടി വരുന്നുണ്ട്.
അപ്പം പ്രത്യേകിച്ച് 40 വയസ്സ് കഴിയുമ്പോഴത്തേക്കും ഈ മാമോഗ്രാം ചെയ്യുന്നതുകൊണ്ട് നമുക്ക് ഈ സ്തനാർബുദം നേരത്തെ വരുന്ന കണ്ടുപിടിക്കാൻ കഴിയും. നേരെ മറിച്ച് വളരെ ചെറുപ്പത്തിൽ ഈ മാമോഗ്രാം ചെയ്യുന്നതുകൊണ്ട് അത്ര ഗുണം കിട്ടിയെന്ന് വരത്തില്ല. അതിൻ്റെ 2 കാരണങ്ങളാണ്. ഒന്ന്, ആ സമയത്ത് ബ്രസ്റ്റിൻ്റെ ഒരു ടിഷ്യൂ അതിലെ മാമോഗ്രാം അത്രത്തോളം അത് എഫക്റ്റീവ് ആവണമെന്നില്ല. രണ്ടാമത്, ആ ആൾക്കാർക്ക് സ്തനാർബുദത്തിൻ്റെ സാധ്യത കുറവാണ്. ഈ 2 കാരണങ്ങൾ കൊണ്ട് ഈ 40 വയസ്സ് കഴിയുമ്പോഴാണ് വിദേശ രാജ്യങ്ങളിൽ ഈ മാമോഗ്രാം ചെയ്യണം എന്നുള്ള ഒരു നിബന്ധന വരുന്നത്. ഡോക്ടർ, നമുക്ക് ചർച്ച ഒരിടവേളയ്ക്ക് ശേഷം തുടരാം. ആരോഗ്യ വാർത്തകളിൽ ഒരിടവേള. ഇത് കോളനിയോ അതോ ഡസ്റ്റ്ബിനോ? കോളനി മാത്രമോ സിറ്റി മൊത്തം ഡസ്റ്റ്ബിനാ? വാ ചെറിയ നന്മകൾ കൊണ്ട് വലിയ മാറ്റങ്ങൾ ഉണ്ടായേക്കാം. ടാങ്ങിലുണ്ട് യമി ടേസ്റ്റും വിറ്റമിൻ എ ബി സിയുടെയും അയണിന്റെയും ഗുണങ്ങൾ. ഇത് ഇവരുടെ ഈ നന്മകളെ പുതുമയോടെ വെക്കുന്നു. അമൃത ടിവി പഞ്ചാംഗം ഉടൻ പ്രസിദ്ധീകരിക്കുന്നു. സമഗ്രവും ആധികാരികവും സുഗ്രാഹ്യവുമായ ജ്യോതിഷ പഞ്ചാംഗം. സുപ്രസിദ്ധ ജ്യോതിഷ വാസ്തുവിദ്യാ പണ്ഡിതന്മാരായ കാണിപ്പയ്യൂർ സഹോദരന്മാർ മൂവരും ഒരുമിക്കുന്ന അപൂർവ പഞ്ചാംഗം. കൂടാതെ പ്രശസ്ത ജ്യോതിഷികളായ ആചാര്യ MR രാജേഷ് നമ്പൂതിരി, ആധ്യാത്മിക ആചാര്യൻ AKB നായർ, KS ശാസ്ത്രി തുടങ്ങിയവരുടെ വിവിധ വിഷയങ്ങളെക്കുറിച്ചുള്ള ഈടുറ്റ ലേഖനങ്ങൾ. പഞ്ചാംഗത്തിന്റെ പതിവ് ഉള്ളടക്കങ്ങൾക്ക് പുറമെ വൈദ്യ ജ്യോതിഷം, വാസ്തു, രോഗഹേതു പരിഹാരക്രിയകൾ, പ്രണയവും വിവാഹപ്പൊരുത്തവും, നക്ഷത്ര ദേവതകളുടെ ദിവ്യലോകം എന്നിങ്ങനെ പുതുമയാർന്ന വിഷയങ്ങൾ. അമൃത ടിവിയുടെ എല്ലാ ഓഫീസുകളിലും പ്രധാന ബുക്ക് സ്റ്റാളുകളിലും അമൃത TV പഞ്ചാംഗം ലഭിക്കും. അമൃത TV പഞ്ചാംഗം. ചർച്ച തുടരുന്നു. സ്തനാർബുദം നിർണ്ണയിക്കുന്ന മാമോഗ്രാം പരിശോധനയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഡോക്ടർ, ഈ മാമോഗ്രാം പരിശോധനയിലൂടെ രോഗനിർണയം എത്രത്തോളം സാധ്യമാണ്? പരിശോധനാ ഫലം എത്രത്തോളം വിശ്വസനീയമാണ്? അതുപോലെ തന്നെ ഇത് പൂർണ്ണമായും കൃത്യമായിരിക്കുമോ? മാമോഗ്രാം ഒന്ന് മാത്രമല്ല, ഏതൊരു പരിശോധനാ സങ്കേതത്തെയും കുറിച്ച് നോക്കുകയാണെങ്കിൽ അതിന് 2 കാര്യങ്ങളുണ്ട്. ഒന്ന് സെൻസിറ്റിവിറ്റി, സ്പെസിഫിസിറ്റി. എത്രത്തോളം കൃത്യതയോടെ ഈ രോഗം കണ്ടുപിടിക്കാൻ കഴിയും. അതായത് ഈ ടെസ്റ്റ് നടത്തിയതിന് ശേഷം ആ രോഗം കണ്ടുപിടിക്കാനാവാത്തൊരു സ്ഥിതി വരരുത്. മാത്രമല്ല, ഈ രോഗം കണ്ടുപിടിക്കുകയാണെങ്കിൽ അത് ശരിക്കും രോഗം തന്നെ ആയിരിക്കണം. ഈ 2 ഘടകങ്ങളുണ്ട്. അപ്പം അക്കാര്യത്തിൽ മാമോഗ്രാം വളരെ ഉപകാരമുള്ള ഒരു പരിശോധനാ സംഗതിയാണ്. മാത്രമല്ല, ഇതിന് പുറമെ മാമോഗ്രാം ചെയ്യുന്നതുകൊണ്ട് മാത്രം അത് അവസാനിക്കുന്നില്ല. അതിന് മുമ്പായിട്ട് ഒരിക്കൽ ക്ലിനിക്കൽ എക്സാമിനേഷൻ, അതുപോലെ തന്നെ മാമോഗ്രാമിന് ശേഷം സൂചി ഉപയോഗിച്ചുള്ള ഈ ഫൈൻ നീഡിൽ ആസ്പിറേഷൻ സൈറ്റോളജി എന്നിങ്ങനെയുള്ള ചില രീതികൾ കൂടിയുണ്ട്. അപ്പോൾ ഇതിന് മൊത്തത്തിൽ പറയുന്നത് ട്രിപ്പിൾ അസസ്മെൻ്റ് എന്നാണ്. അപ്പോൾ ട്രിപ്പിൾ അസസ്മെൻറ്റ് കണ്ട് നമുക്ക് സ്തനാർബുദം ഏതാണ്ട് പൂർണ്ണമായും കണ്ടുപിടിക്കുന്നതിന് സാധിക്കുന്നതാണ്. ഡോക്ടർ, സ്തനാർബുദം നിർണ്ണയിക്കാൻ മാമോഗ്രാം മാത്രമാണോ നിലവിലെ ഒരു രോഗനിർണയ രീതി? അതെ, സ്തനാർബുദം, പ്രത്യേകിച്ചും ഈ സ്തനാർബുദത്തിൻ്റെ സ്ക്രീനിങ് എന്ന് നമ്മൾ ഉദ്ദേശിക്കുന്നത് ഒരു അസുഖം വരുന്നതിന് മുമ്പ് തന്നെ കണ്ടുപിടിക്കുക എന്നുള്ളതാണ്. അപ്പോൾ പ്രധാനമായും 3 തരത്തിലുള്ള സ്ക്രീനിങ് രീതികളാണുള്ളത്. ഒന്ന്, നമുക്ക് സ്വന്തമായിട്ട് അവരവർ തന്നെ ബ്രസ്റ്റ് പരിശോധിച്ചുള്ള ബ്രസ്റ്റ് സെൽഫ് എക്സാമിനേഷൻ. രണ്ടാമത്, ഈ ഹെൽത്ത് വർക്കേഴ്സ് അല്ലെങ്കിൽ ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് സ്റ്റാഫ് അവർ മുഖേന ഉള്ള ഒരു പരിശോധന, അതിന് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ എന്ന് പറയും. മൂന്നാമത് വരുന്ന ഒരു രോഗ സ്ക്രീനിങ് മെത്തേഡ് ആണ് ഈ മാമോഗ്രാം എന്ന് പറയുന്നത്. അപ്പം ഈ ആദ്യത്തെ 2 സങ്കേതങ്ങളിലും പ്രത്യേകിച്ചും നമ്മൾ യാതൊരു ഉപകരണം ഉപയോഗിക്കുന്നില്ല. ആദ്യത്തെ ഇത് പറയുകയാണെങ്കിൽ സ്വന്തമായിട്ട് ഓരോ സ്ത്രീകളും മാസത്തിലൊരിക്കൽ പ്രത്യേകിച്ചും സ്തനാർബുദം വരുന്നത് സ്തനത്തിലുള്ള കട്ടിയായിട്ടാണ്. അപ്പോൾ എന്തെങ്കിലും കട്ടിയുണ്ടോ എന്ന് നോക്കുന്നു. അഥവാ ഉണ്ടെങ്കിൽ ഡോക്ടറെ സമീപിക്കുന്നു എന്നുള്ളതാണ് പ്രധാനം. നേരെ മറിച്ച് ക്ലിനിക്കൽ ബ്രസ്റ്റ് എക്സാമിനേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമുക്ക് ഡോക്ടേഴ്സ് അല്ലെങ്കിൽ ഹെൽത്ത് വർക്കേഴ്സ് അവർ പോയിട്ട് അല്ലെങ്കിൽ അവർ ക്ലിനിക്കിൽ വന്നതിന് ശേഷം സ്തനാർബുദ കട്ടികളുണ്ടോ എന്ന് നോക്കുന്നു, അതിനുശേഷമുള്ള പരിശോധന നടത്തുന്നു. അപ്പോൾ ഇതിനെക്കുറിച്ച് എനിക്ക് വളരെ രസകരമായൊരു കാര്യം പറയാൻ കഴിയുന്നത്, ഏതാണ്ട് ഒരു 3-4 വർഷം മുമ്പ് RCCയിൽ ഒരു പഠനം നടക്കുകയുണ്ടായി. RCCയുടെ കഴക്കൂട്ടം ഏരിയയിലുള്ള ഒരു വലിയ ഒരു പ്രദേശത്ത് RCCയിലെ ഡോക്ടർമാർ കടന്നു ചെന്നിട്ട് അവിടുത്തെ ഹെൽത്ത് വർക്കേഴ്സിന് ഈ ഓരോ വീടുകളിലും ചെന്നിട്ട് ബ്രസ്റ്റ് ലംപ് ഉണ്ടോ എന്ന് പരിശോധിക്കാനുള്ള ഒരു ട്രെയിനിങ് കൊടുക്കുകയുണ്ടായി. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് ഈ 2 ഗ്രൂപ്പ് എടുത്തതിൽ ഒന്ന് ഇങ്ങനെ പരിശോധനയ്ക്ക് വിധേയരായ ഒരു ആൾക്കാരും അതുപോലെ പരിശോധനയ്ക്ക് വിധേയരല്ലാത്ത ആൾക്കാരെ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കും ഈ പരിശോധനയ്ക്ക് വിധേയരായ ആൾക്കാരിൽ സ്തനാർബുദം മൂലമുള്ള മരണനിരക്ക് വളരെ അധികം കുറയ്ക്കാൻ കഴിഞ്ഞു എന്ന് നമുക്ക് കണ്ടെത്താൻ കഴിഞ്ഞു. അപ്പോൾ ചുരുക്കത്തിൽ ഈ മാമോഗ്രാം മാത്രമല്ല, നമുക്ക് മറ്റ് മാർഗ്ഗങ്ങൾ വഴിയും ബ്രസ്റ്റ് ക്യാൻസർ നേരത്തെ കണ്ടുപിടിക്കുന്നതിന് സാധിക്കും.
ഡോക്ടർ, ചിലപ്പോൾ സംശയകരമായ മാമോഗ്രാം പരിശോധനാ ഫലത്തെ തുടർന്ന് ചിലർക്ക് ബയോപ്സിയും അതുപോലെ തുടർന്നുള്ള പരിശോധനകൾ നടത്തേണ്ടി വന്നിട്ടുണ്ട്. ഇത് മാനസികമായുള്ള സംഘർഷം ഉണ്ടാക്കില്ല? അതെ, അത് പ്രധാനമായും ഒരു ക്യാൻസറിന്റെ ഒരു സോഷ്യൽ ഇഷ്യൂ ആണ് അവിടെ നമ്മൾ അനാവരണം ചെയ്യപ്പെടുന്നത്. ഈ പ്രത്യേകിച്ചും ഒരു ടെസ്റ്റ് നടത്തി കഴിയുമ്പോൾ നമുക്ക് അകാരണമായ ഭീതി ഉണ്ടാകും ഈ സ്ഥാനാർബുദം ഉണ്ടോ എന്നുള്ള കാര്യത്തിൽ. അപ്പോൾ അതിനുശേഷം ഡോക്ടർ പറയാനല്ല, ഒരു പരിശോധന കൂടെ നടത്തണം എന്ന് പറയുമ്പോൾ തന്നെ രോഗി വിചാരിക്കുകയാണ്, ഓക്കെ അയ്യോ ഏതായാലും കുഴപ്പമായി, സ്ഥാനാർബുദം ബാധിച്ചു കഴിഞ്ഞു എന്നുള്ളത്. അത്തരം ഭീതിക്ക് വലിയൊരു അടിസ്ഥാനമില്ല. കാരണം സ്ഥാനാർബുദം മുഖേന കണ്ടുപിടിച്ചിരിക്കുന്ന ഈ കട്ടികളിൽ പലതും അവസാനം ടെസ്റ്റ് നടത്തുമ്പോൾ ക്യാൻസർ ആയിക്കൊള്ളണമെന്നില്ല. മാത്രമല്ല, ഈ സ്ഥാനാർബുദം വളരെ മുമ്പ് കണ്ടുപിടിക്കാൻ ഈ മാമോഗ്രാം കൊണ്ട് കഴിയുന്നത് കൊണ്ട് തന്നെ അത് കാരണമുള്ള ഒരു മരണനിരക്ക് അല്ലെങ്കിൽ ചികിത്സയുടെ ഫലം വളരെയധികം നന്നായിരിക്കും. ഡോക്ടർ, ഈ മാമോഗ്രാം പരിശോധന രീതിയെക്കുറിച്ചൊന്ന് വിവരിക്കാമോ? മാമോഗ്രാം എന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു തരത്തിലുള്ള പ്രത്യേകതയുള്ള എക്സ്റേ ആണ്. ആ എക്സ്റേ മാറിലൂടെ കടത്തിവിട്ടതിന് ശേഷം അതിൻ്റെ 2 വ്യൂസാണ് എടുക്കുന്നത്. അതിനുശേഷം എന്തെങ്കിലും ഈ നമ്മുടെ ടിഷ്യൂലുണ്ടാകുന്ന ചില വ്യതിയാനങ്ങൾ, അതായത് ചിലപ്പോൾ അത് മൈക്രോ കാൽസിഫിക്കേഷൻ എന്ന് പറയുന്ന ചെറിയ ചെറിയ തരികളായിരിക്കാം, അല്ലെങ്കിൽ നമ്മുടെ ഒരു ബേസിക് എസിമെട്രി, അതായത് ബ്രസ്റ്റിലുണ്ടാകുന്ന സാധാരണ രൂപത്തിലുള്ളൊരു ചെറിയ വ്യതിയാനമാകാം. ഇത് വളരെ കൃത്യതയോടെ ഈ മാമോഗ്രാം വഴി എക്സ്റേ മെഷീനിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. അങ്ങനെ ആ ഭാഗത്തേക്ക് പ്രത്യേകിച്ചും നമുക്ക് അല്ലാതെ തന്നെ ക്ലിനിക്കലി അൺപൾപ്പബിൾ എന്ന് പറയും, നമുക്ക് കിട്ടാൻ പറ്റാത്തൊരു ഒരു കട്ടിയാണെങ്കിൽ ആ കട്ടിക്കകത്ത് ക്യാൻസറിൻ്റെ അംശങ്ങളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക പരിശോധനകൾ വഴി നമുക്ക് ബയോപ്സി ചെയ്യുന്നതിനും ഇതുവഴി സാധിക്കും. ഡോക്ടർ, ജനിതക രോഗമുള്ളവർക്ക് മാമോഗ്രാം ചെയ്യുന്നത് ക്യാൻസർ സാധ്യത കൂട്ടുമെന്ന് പറഞ്ഞിട്ടൊരു റിപ്പോർട്ട് ഒരു മാസം മുൻപേ വന്നിട്ടുണ്ടായിരുന്നു. ഇത് എത്രത്തോളം ശരിയാണ്? അത് കഴിഞ്ഞ മാസം യൂറോപ്പിൽ വന്ന ഒരു പഠനത്തിൽ അവർ പറയുന്നത്, പ്രത്യേകിച്ചും ബ്രസ്റ്റ് ക്യാൻസറുമായിട്ട് ബന്ധപ്പെട്ട 2 ജനിതക അബ്നോമാലിറ്റികളാണുള്ളത്. ഒന്ന് BRCA1, അതുപോലെ തന്നെ BRCA2 എന്നിങ്ങനെയുള്ള 2 ഇത്. അപ്പം ഈ അബ്നോമാലിറ്റി ഉള്ള ഒരു വിഭാഗം ആൾക്കാരിൽ ബ്രസ്റ്റിൻ്റെ ഈ 30 വയസ്സിന് മുമ്പ് മാമോഗ്രാം ചെയ്തപ്പോഴത്തേക്കും അവരിൽ സ്ഥാനാർബുദത്തിൻ്റെ നിരക്ക് കുറച്ച് കൂടിയതായിട്ടൊരു പഠനം കാണിക്കുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു പ്രധാന ഫ്ലോ എന്ന് പറഞ്ഞാൽ, 30 വയസ്സിന് മുമ്പ് സാധാരണഗതിയിൽ മാമോഗ്രാം ചെയ്യേണ്ട കാര്യമില്ല. എല്ലാ റെക്കമെൻഡേഷൻസും പറയുന്നത് 40 വയസ്സ് കഴിഞ്ഞതിന് ശേഷം മതി മാമോഗ്രാം എന്നുള്ളതാണ്. മാത്രമല്ല, ഈ പഠനത്തിൽ വളരെ കുറച്ച് പേർ മാത്രമേ ശരിക്കും മാമോഗ്രാം വിധേയരായിട്ടുള്ളൂ. അപ്പം ആ പഠനത്തിൻ്റെ വിശ്വാസ്യതയും നമ്മൾ കണക്കിലെടുക്കേണ്ടിയിരിക്കുന്നു. ചുരുക്കം പറഞ്ഞാൽ മാമോഗ്രാമിൻ്റെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ ശരിക്കും നമുക്കത് ചോദ്യം ചെയ്യാനാവാത്ത വിധത്തിൽ എസ്റ്റാബ്ലിഷ് ചെയ്ത് കഴിഞ്ഞിരിക്കുന്നു. ഡോക്ടർ, സ്ഥാനാർബുദത്തിന്റെ ലക്ഷണങ്ങൾ സ്ത്രീകൾക്ക് എങ്ങനെയാണ് സ്വന്തമായിട്ട് കണ്ടെത്താൻ സാധിക്കുന്നത്? അതെ, പ്രത്യേകിച്ചും സ്ഥാനാർബുദം വരുന്നത് ഒരു കട്ടിയായിട്ടാണ്. ആ കട്ടിക്ക് ചിലപ്പോൾ സിംറ്റം ഉണ്ടായിരിക്കണമെന്നില്ല, ഒരു പെയിൻലെസ് ആയിരിക്കും. അങ്ങനെ സ്തനത്തിലുണ്ടാകുന്ന കട്ടികൾ, പ്രത്യേകിച്ചും അടുത്ത കാലത്തുണ്ടാകുന്ന കട്ടികൾ അവഗണിക്കാതിരിക്കുക. പ്രത്യേകിച്ചും തൊലിപ്പുറത്തുണ്ടാകുന്ന വ്യതിയാനങ്ങൾ, ഈ നിപ്പിൾ ഉള്ളിലേക്ക് പോവുക, നിപ്പിൾ ട്രാക്ഷൻ എന്ന് പറയും, ഇതൊക്കെ ഒരു ബ്രസ്റ്റ് ക്യാൻസറിൻ്റെ സൈനാണ്. അപ്പം സ്തനത്തിൽ വരുന്ന സ്ഥാനാർബുദത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഇതിന് ഏറ്റവും വലിയ ഒരു നല്ല വശം എന്ന് പറഞ്ഞാൽ നമ്മുടെ സർഫസ് ഓർഗനിൽ വരുന്ന ഒരു ക്യാൻസറാണ്. അത് രോഗിക്ക് തന്നെ ഡയഗ്നോസ് ചെയ്യാൻ കഴിയും. അപ്പം അത്തരം സയൻസ് നമ്മൾ ഇഗ്നോർ ചെയ്യാതിരിക്കുക, എത്രയും പെട്ടെന്ന് പ്രാവീണ്യം സിദ്ധിച്ച ഒരു ക്യാൻസർ ആശുപത്രിയിൽ ചികിത്സ തേടുക എന്നത് പ്രധാനമാണ്. ഡോക്ടർ, വളരെയധികം നന്ദി ആരോഗ്യ വാർത്തകളിൽ പങ്കെടുത്തതിന്. സ്ഥാനാർബുദം നിർണ്ണയിക്കാനുള്ള മാമോഗ്രാം പരിശോധന രീതിയെപ്പറ്റിയാണ് ഇന്ന് ആരോഗ്യ വാർത്തകൾ ചർച്ച ചെയ്തത്. ചർച്ചയിൽ പങ്കെടുത്തത് തിരുവനന്തപുരം റീജിയണൽ ക്യാൻസർ സെന്ററിലെ സർജിക്കൽ ഓങ്കോളജി വിഭാഗം അഡീഷണൽ പ്രൊഫസർ ഡോക്ടർ K. ചന്ദ്രമോഹനാണ്. ഡോക്ടർ, വളരെയധികം നന്ദി. ആരോഗ്യ വാർത്തകളിൽ ഒരിടവേള.